ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വന്നപ്പോഴേ ഇന്ത്യയിലെ സംഘികളൊക്കെ കൂടെ ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. കാരണം ഞങ്ങളുടെ മോദിയുടെ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കേട്ടത് 18,000-ഓളം ഇന്ത്യക്കാർ അനധികൃതമായിട്ട് അവിടെയുണ്ട്, മുഴുവൻ പേരെയും തിരിച്ചയച്ചോളൂ, അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഘികൾക്ക് അടി കിട്ടിയെന്നല്ലേ പറയണ്ടേ? അല്ല, ഉത്തരം ഈ സിനുവിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ്? ആരെയാണ് തിരിച്ചയക്കുന്നത്? ഇന്ത്യക്കാർ. അവരെങ്ങനത്തെ ഇന്ത്യക്കാരെന്നാണ് പറഞ്ഞത്? അനധികൃതമായി അവിടെ എത്തിയ. അപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നവർ എങ്ങനെ പോകണം? അധികൃതമായി പോകണം. അനധികൃതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്ക് ഇല്ലീഗൽ, നിയമവിരുദ്ധമായി പോയവർ അല്ലേ? അതെ, നിയമവിരുദ്ധമായി പോയവരെ ഏത് രാജ്യം സ്വീകരിക്കും? നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശികൾ നിയമവിരുദ്ധമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് ദേഷ്യമാണ്. നമ്മളെന്താ അടി കൊടുക്കുമായിരിക്കും? അടിയൊന്നും ആരും കൊടുക്കില്ല, ചുമ്മാ. എന്നാലും നിയമപരമായിട്ട് അവരെ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കും. അവകാശം നമുക്കുണ്ടല്ലോ, നമ്മൾ വിനിയോഗിക്കുന്നില്ലേ? നമ്മൾ കയറ്റി വയ്ക്കുന്നുണ്ട്. ആ അവകാശം അമേരിക്കയ്ക്കില്ലേ? അല്ല, അങ്ങനെയാണോ? ഇന്ത്യ ചെയ്യുന്ന പോലെയാണോ അമേരിക്ക? അങ്ങനെന്ത്? അമേരിക്ക വലിയ രാജ്യമൊക്കെ അല്ലേ? അതുകൊണ്ടെന്ത് ഏത് രാജ്യത്തും അവിടെ നിയമാനുസൃതം പോയ ഇന്ത്യക്കാരെ കയറ്റിയിരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യക്കാരെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ലീഗൽ എന്ന് തന്നെ പറയുന്നത്. ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി നമ്മുടെ രാജ്യത്ത് ചെയ്താൽ എന്താ കുറ്റമാണോ? കുറ്റമാണ്. അമേരിക്കയിലും കുറ്റമാണ്. അപ്പോൾ ഈ നിയമവിരുദ്ധമായി അമേരിക്കയിൽ എത്തിയിരിക്കുന്നവർ ആരാണ്? കുറ്റം ചെയ്തവരാണ്. ആ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിലെ എല്ലാവരും കയറ്റി വയ്ക്കാൻ പോവാ. എല്ലാവരും കയറ്റി വയ്ക്കാൻ പോകുമ്പോൾ അതിനകത്ത് 18,000. അതിപ്പോൾ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, ICE. അവർ പറയുന്നുണ്ട് 18,000 ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ നിയമവിരുദ്ധരായി അമേരിക്കയിലേക്ക് വന്നതാണെന്ന് എന്ത് വേണം? തെളിയിക്കണം. അപ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ ആവശ്യപ്പെടും അതിൻ്റെ രേഖകൾ ഹാജരാക്ക്. അവർ നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിച്ചോളാം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? അല്ല, ഞങ്ങളുടെ ആളുകൾക്ക് നിയമരേഖയൊന്നുമില്ല. അവരെല്ലാം മെക്സിക്കോ വഴി കാനഡ വഴി നുഴഞ്ഞു കയറി വന്നവരാ. ട്രംപ് ഒരു കാര്യം ചെയ്യണം, അവരെയൊക്കെ അങ്ങ് ഏറ്റെടുത്ത് അവിടുത്തെ പൗരന്മാരാക്കി സഹായിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം യൂനിസ് പറയുകയാണ്, ഞങ്ങളുടെ കുറേ ബംഗ്ലാദേശികളുണ്ട്, മോദി അവർക്കൊക്കെ നിങ്ങൾ പൗരത്വം കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർക്ക് രേഖയൊന്നുമില്ല വന്നവരുണ്ട്, അവർക്ക് നിങ്ങൾ ജോലി കൊടുക്കുക, അവർ അവിടെ താമസിച്ചോട്ടെ പാവങ്ങളില്ലേ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ ചെയ്യണമെന്ന് പാപ്പ പറയുന്നുണ്ട്, മാർപ്പാപ്പ. പക്ഷെ മാർപ്പാപ്പയല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മാർപ്പാപ്പയല്ല അമേരിക്കയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ട്രംപാണ്. മാർപ്പാപ്പയെന്ന് മാത്രമല്ല, ഒരു മത നേതൃത്വമല്ല ആ രാജ്യത്തെ ഭരണാധികാരിയാണ് തീരുമാനിക്കുന്നത്. ട്രംപ് എന്നല്ല, ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും അനധികൃതമായ കുടിയേറ്റത്തിനെതിരാണ്. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് കുറേ ഹിന്ദുക്കൾ കയറി ചെന്നാൽ എന്ത് ചെയ്യും? അവർ വെടിവെച്ചുള്ളൂ. ഇത് വെടിവെച്ച് കൊല്ലുന്നില്ലല്ലോ. ഇപ്പോൾ 18,000 പേരെ തിരിച്ചയക്കും എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ സ്വീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ വലിയൊരു തമാശയുണ്ടായിരുന്നു കേട്ടോ. അവർ ICE എന്നുള്ള ഏജൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്. അവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഞങ്ങൾ കുറേ ആളുകളുടെ ഡോക്യുമെൻ്റ് ചോദിച്ചു, ഇവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയൊന്നും ഇന്ത്യ കൊടുക്കത്തില്ലെന്നേ. അപ്പോൾ അമേരിക്കയല്ല, അതിനപ്പുറത്തെ വലിയ ലോകശക്തി ഉണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കൂല. അപ്പോൾ നമുക്ക് അങ്ങനെ സാധനമില്ല. ഇന്ത്യ നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന വല്ലതും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് പൗരത്വ കാർഡല്ല. ഇന്ത്യയിൽ വരുന്ന ആധാർ കാർഡ്, ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്കൂടെ ആധാർ എടുക്കാൻ പറ്റും. ആധാർ പൗരത്വ രേഖയല്ല, ഇലക്ഷൻ ID പൗരത്വ രേഖയല്ല, വോട്ടർ ID പൗരത്വ രേഖയല്ല, റേഷൻ കാർഡ് പൗരത്വ രേഖയല്ല, പാസ്പോർട്ട് പൗരത്വ രേഖയല്ല. എടുത്ത് നോക്കുക, അതിനടിയിൽ എടുത്തിട്ട് സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖയല്ല. ഇന്ത്യക്ക് എന്തില്ല? പൗരത്വ കാർഡില്ല. ഇന്ത്യൻ സിറ്റിസണാണെന്ന് നിങ്ങൾ പറയുന്നത് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇന്ത്യയിലെ ഒരു മനുഷ്യന് നരേന്ദ്രമോദിയുടെ കയ്യിലില്ല. അതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ലല്ലോ. അല്ല, പ്രഥമ പൗര ആയ ഭാരതത്തിൻ്റെ പ്രസിഡന്റ്, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഇന്ത്യൻ പൗരയാണ്, ഇന്ത്യൻ സിറ്റിസണാണെന്ന് തെളിയിക്കാനുള്ള രേഖയില്ല. അമേരിക്ക ചോദിച്ചിരിക്കുന്നത് ഇവർ ഇന്ത്യൻകാരാണോ ഉള്ളതിന് രേഖ തരാൻ പറഞ്ഞാൽ തരത്തില്ല. പിന്നെയും ചോദിക്കും, തരത്തില്ല. എന്നാ തരാത്തത്? ഞങ്ങളുടെ ഇല്ല സാറേ, കീഴടങ്ങി. ഇതേ ഉള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. നമ്മളിവിടെ സിറ്റിസൺഷിപ്പ് കാർഡ്, ഐഡൻറ്റിറ്റി, പൗരത്വ കാർഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം നമ്മുടെ CAA, NCR എന്നൊക്കെ പറയുന്നതാണ്. ലോകത്തെ എല്ലാ രാജ്യത്തിനും സിറ്റിസൺഷിപ്പ് കാർഡുണ്ട്, ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ഞങ്ങളെ ഇവിടെ ചില ആളുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രേഖ ചോദിക്കും. കാരണം ആർക്കാണ്? നമുക്കിവിടെ സിനു നിങ്ങളുടെ പൗരത്വത്തിന് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കാർഡ് തരാൻ പോവാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ സിനു പോകാതിരിക്കും. അതോ ഞാൻ കാണിക്കത്തില്ലെന്ന് പറയോ? ഞാൻ പോവും. എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളിവിടുത്തെ പൗരനാണെന്ന്. അപ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ കാണിക്കില്ല എന്ന് പറയുന്നവനോ? അതിനകത്ത് എന്തോ കള്ളത്തരമുണ്ടാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ
ജന്മജീത സമ്മതിക്കത്തില്ല. കോൺഗ്രസ് സമ്മതിക്കത്തില്ല, ഇടതുപക്ഷം സമ്മതിക്കത്തില്ല, സകല അലവലാതിയും സമ്മതിക്കത്തില്ല. മനസ്സിലായോ? അതാണ് അമേരിക്ക ഉണ്ട് എന്ന് അർത്ഥം അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു ബസ്സിലിരുന്ന് പോക്കറ്റ് അടിച്ചു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എല്ലാവരും പോക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഞാൻ പറയാം പറ്റത്തില്ല, എൻ്റെ പരിശോധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്തോ സ്വാഭാവികമായും എന്നെ മറ്റുള്ളവർ സംശയിക്കും. അതെ, ഉടനെ നിങ്ങൾ എൻ്റെ ഐഡൻറ്റിറ്റിയെ, എൻ്റെ വിശ്വാസ്യതയെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. രാജ്യത്തൊരു നിയമം ഉണ്ടായാൽ അതിന് വിധേയമാകുക, അതിൻ്റെ പ്രോസസ്സിൽ പങ്കെടുക്കുക. അല്ലാതെ പൗരത്വ രേഖ ഉണ്ടാക്കാൻ വന്നാൽ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരൊന്നും പൗരനല്ല, അല്ലേ? പൗരനല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പൗരത്വ രേഖ നടപ്പാക്കാൻ ഇന്ത്യയിൽ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൗരന്മാരല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ BJP-ക്കാരും ഒക്കെ ഒന്ന് നാട്ടുകാരായിട്ട് പറയണം. ഇനി വേറൊരു കാര്യം പറയാം, നമ്മുടെ അന്നം തരുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അതെ, അന്നം തരുന്ന രാജ്യങ്ങൾ മഹത്തായ രാജ്യങ്ങളാണ്, ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളാണ്. ഇവിടുത്തെ ലോക മുസ്ലിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് UAE-യിലെയും സൗദിയിലെയും ഭരണാധികാരികളെയാണ്. സംശയമുണ്ടോ? അത്ര ലോകത്തിലെ ഏറ്റവും ഇപ്പോൾ MBS സൗദി, ഞാൻ അദ്ദേഹത്തിൻ്റെ കട്ട ഫാനാണ്. മുഹമ്മദ് ബിൻ സൽമാൻ MBS എന്ന് പറഞ്ഞ ലോകത്തിലെ, ഞാൻ അദ്ദേഹത്തിൻ്റെ അഡാർ ഫാനാണ്. എനിക്ക് പറയുന്നത് അദ്ദേഹത്തെ പോലെ ധീരനായ ആർജവമുള്ള വിഷനുള്ള ഒരു ഭരണാധികാരി, ചെറുപ്പക്കാരനായതുകൊണ്ടാണ് ഇത്രയും യങ് ആയിട്ട് എത്ര വിശാലമായ ദൂരവ്യാപകമായ ഭാവിയിലേക്ക് കണ്ണു നട്ട് പദ്ധതികൾ നടപ്പാക്കുന്ന ഭരണാധികാരിയാണ് MBS-ൻ്റെ ഉൾപ്പെടെ സൗദി അറേബ്യയിലും UAE-യിലും ഇടയ്ക്കിടയ്ക്ക് പൊതുമാപ്പെന്ന് പറയാറില്ലേ? എന്തുവാ അത്? കുറ്റം ചെയ്തതിനുള്ള മാപ്പല്ല, ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുവാണെങ്കിൽ അവർ പുറത്തു വിടുന്നതിൻ്റെ അത്താണല്ലേ. രേഖയില്ലാതെ അവിടെ താമസിക്കുന്നതിനെ പിടിച്ച് വണ്ടിയെ കെട്ടി ഇങ്ങോട്ട് വിടും. അപ്പോൾ ഒരു കൊട്ടേഷൻ ഇട്ടിട്ട് പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നുഴഞ്ഞു കയറ്റക്കാരനെ, അതായത് ഇല്ലീഗലായിട്ട് അവിടെ വന്നവരെ അവർ പുറത്താക്കും. അതിനാർക്കും സങ്കടമൊന്നുമില്ലല്ലോ. പക്ഷെ അത് പൊതുമാപ്പാണ്. അത് പൊതുമാപ്പാണ്. അപ്പോൾ ഇത് ലോകത്തെല്ലാ രാജ്യം ചെയ്യുന്നുണ്ട്. UAE ചെയ്യുന്നുണ്ട്, സൗദി അറേബ്യ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളായി ഈ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയായിരുന്നു. പൊതുമാപ്പാണ്. കാരണം രേഖകളില്ലാതെ അവിടെ തുടരുന്നവരെ അതത് രാജ്യത്തേക്ക് വണ്ടി കയറ്റിവിടും. ട്രംപ് ചെയ്യുമ്പോൾ മനുഷ്യാവകാശ ലംഘനം, മോദി ചെയ്യുമ്പോൾ മനുഷ്യാവകാശ ലംഘനം, അന്ന് നമ്മുടെ അന്നം തരുന്ന രാജ്യം ചെയ്യുമ്പോൾ പൊതുമാപ്പ്. ഇത്രയുള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിനെയൊക്കെ ഇത് മറച്ചു വെക്കും. പൊതുമാപ്പെന്ന് അവിടെ ശരിക്കും നുഴഞ്ഞുകയറ്റക്കാരെ ഒരു ഇന്ത്യക്കാരൻ അവിടെ ചെന്നിട്ട് പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കുകയാണെന്ന് അവർ പിടിച്ചോണ്ട് പോയി ജയിലിലിടും. അങ്ങനെയാണ് ഇപ്പോൾ ഒളിച്ചും പാത്തൊക്കെ ജോലി ചെയ്ത് പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നോ? നമ്മുടെ സിനിമയിലെ മമ്മൂട്ടി അല്ല മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഗൾഫിൽ ഉരുവിൽ കയറി പോയിട്ട് മറൈന ബീച്ചിൽ ഇറങ്ങി ദുബായി എന്ന് പറഞ്ഞ് നടക്കുന്ന കഥ. അങ്ങനെയൊക്കെ പോയ ആളുകളുണ്ട്. അന്ന് അക്കാലത്തൊന്നും ഇത്രയും ജനപ്പെരുപ്പം ഇല്ലായിരുന്നു, ഇത്രയും സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലായിരുന്ന കാലത്തൊക്കെ കുറേ ആൾ ഉരുവിലൊക്കെ കയറി പോയിട്ടുണ്ട്. അന്ന് രാജ്യം അത്ര വികസിച്ചിട്ടുമില്ല. അവർക്ക് മാൻ പവർ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവിടെ നിയമപരമായ രേഖകളില്ലാതെ താമസിക്കുന്നവർ ഇൻട്രൂഡേഴ്സാണ്, നുഴഞ്ഞുകയറ്റക്കാരാണ്, അനധികൃതമായി താമസിക്കുന്ന അവരെ പുറത്താക്കുന്നുണ്ട്. നമ്മൾ പത്രങ്ങളിൽ ചെറിയ പൊതുമാപ്പ് നൽകി 300 പേരെ UAE വിട്ടയച്ചു എന്ന് പറഞ്ഞ് നമ്മൾ എന്തോ കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടക്കുക അല്ലെന്നേ. രേഖകളില്ലാതെ വിസ എക്സ്പയറി ആയിട്ട് പിന്നെ അവിടെ കഴിയുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞ് തുറന്നാൽ അത് ഇല്ലീഗലായിട്ട് അവിടെ കഴിയുന്നവരാണ്, അവരെ കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്, ഇന്ത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ നിയമവിരുദ്ധമായി ഒരു രേഖയും ഇല്ലാതെ അവിടെ ഇന്ത്യക്കാരൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ പോളിസി അതല്ല, നമ്മുടെ നിയമം അതല്ല. അവനെ അമേരിക്ക കയറ്റി അയക്കും. കയറ്റി അയച്ചാൽ നമ്മൾ അവനെ സ്വീകരിക്കും. നീ ഇവിടെ പോരും പോനെ എന്ന് പറയും. അല്ല വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കൊളംബിയ എന്ന രാജ്യത്തേക്ക് കൊളംബിയക്കാർ അമേരിക്കയിലുണ്ട്. ഇപ്പം ട്രംപ് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിലേക്ക് 1500 പട്ടാളക്കാരെ വിട്ടു, അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നിട്ട് കൊളംബിയയിലേക്ക് 2 മിലിറ്ററി പ്ലെയിൻ റെഡിയാക്കി. എന്നിട്ട് ഇവരെ പിടിച്ച് അമേരിക്ക ചെയ്യുന്നതിനകത്തൊരു വൃത്തികേടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ വീഡിയോ കണ്ടു. വീഡിയോ വേണം നമുക്ക് ഇതിലൂടെ കാണിക്കാം, എൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കാം. അതായത് ഇവരെ വിമാനത്തിൽ കയറ്റുക, കയ്യിലും കാലിലും ചെങ്ങലയിട്ട് നടത്തി വിമാനത്തെ കയറ്റുകയാണ്. 2 കാലും കൂട്ടിക്കെട്ടി ചെങ്ങല, 2 കയ്യിലും ചെങ്ങല. എന്നിട്ട് ഇവരെ ഫ്ലൈറ്റെ കയറ്റുവാണ്. മിലിറ്ററി വിമാനത്തിൽ കയറ്റി ഹോണ്ടുറാസിലേക്ക് അയക്കുകയാണ്. മിലിറ്ററി വിമാനങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ കൊളംബിയ പറഞ്ഞു ഞങ്ങളിവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, ഞങ്ങളുടെ രാജ്യത്തിലെ ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് കൊളംബിയയിലെ ഇടതുപക്ഷ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ, കൊളംബിയ ഇടതുപക്ഷക്കാരനാണെന്ന് ട്രംപാണ് പറയുന്നത് കേട്ടോ.
ഗുസ്താവോ പെട്രോ പറഞ്ഞു ഞങ്ങളവിടെ സ്വീകരിക്കത്തില്ല. അമേരിക്കൻ വിമാനങ്ങൾ, മിലിറ്ററി വിമാനങ്ങൾ തിരിച്ചു വന്നു. ട്രംപ് ഉടനെ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീ അയച്ചില്ല അല്ലേ, എടാ ഗുസ്താവോ പെട്രോ, നീ ഒരു ഇടതുപക്ഷക്കാരനാണെന്നറിയാം, നിൻ്റെ സൂക്കേട് ഇനി ഇപ്പം മാറ്റിത്തരാം. ഇനി മുതൽ കൊളംബിയയിൽ നിന്നുണ്ടാക്കുന്ന ഏത് സാധനവും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നാൽ നിലവിലുള്ളതിനേക്കാളും 25% നികുതി കൂട്ടിയിരിക്കുന്നു. ടാക്സ് വർദ്ധിപ്പിച്ചു. ടാക്സ് കൂട്ടി. ഇപ്പോൾ ഉള്ളതിൻ്റെ 20% കൂട്ടി. അപ്പോൾ ഇവൻ കഞ്ഞി കുടിക്കുന്ന ഈ സാധനം അമേരിക്ക കൊണ്ട് വിറ്റിട്ടാണ്. അപ്പോൾ ഈ 20% കൂടുതൽ പൈസ കൊടുത്ത് അമേരിക്കക്കാരൻ വാങ്ങില്ലല്ലോ, വാങ്ങത്തില്ല. അപ്പോൾ കച്ചവടം തീർന്നു. അപ്പോൾ അവൻ്റെ ഇടതുപക്ഷ കുരു പൊട്ടി ഒലിച്ചു. അവൻ ഉടനെ പറഞ്ഞു, ട്രംപ് അണ്ണാ മാപ്പാക്കണം, ഒരു കാര്യം ചെയ്യും, അങ്ങയുടെ 2 വിമാനം വന്നപ്പോൾ ഞാൻ തിരിച്ചയച്ചല്ലോ, അത് ക്ഷമിക്കണം, ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഇനി എൻ്റെ പട്ടി അയക്കാം വിമാനം, നീ എവിടെ നികുതി കൊടുത്തു, നിൻ്റെ മുടിഞ്ഞു പൊണ്ടാടങ്ങിപ്പോട്ടെ, നിൻ്റെ സാധനമൊന്നും ഇവിടെ വിൽക്കത്തില്ല, ഇനി ഞാൻ വിമാനത്തെ അവന്മാരെ കയറ്റി അയക്കുന്ന പ്രശ്നമില്ല, അവന്മാരെ ഞാനിവിടെ ജയിലിലിടും എന്ന് പറഞ്ഞു. ഉടനെ ഗുസ്താവോ പെട്രോ എന്ന സഖാവ് പറഞ്ഞു, അണ്ടാ ഒരു കാര്യം ചെയ്യണം, അബദ്ധം പറ്റിപ്പോയി, കൂടുതൽ നാറ്റിക്കരുത്, ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങേക്ക് എയർഫോഴ്സ് 1 ഉള്ളതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു വിമാനമുണ്ട്, അതായത് കൊളംബിയൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ആ വിമാനം ഞാൻ അങ്ങോട്ട് അയക്കാം, അതിലവരെ കയറ്റി ഇങ്ങോട്ടേക്കാൻ പറഞ്ഞ് ഇദ്ദേഹം സമസ്താപരാധം പറഞ്ഞ് ഗുസ്താവോ പെട്രോ മാപ്പ് പറഞ്ഞു. അതായത് കൊളംബിയയുടെ സ്വന്തം വിമാനം അങ്ങോട്ടേക്ക് അയച്ചു. സ്വന്തമല്ല, കൊളംബിയൻ പ്രസിഡന്റിന്റെ വിമാനം അയച്ചു കൊടുത്തു. അവരെ കീഴടങ്ങുക പറഞ്ഞത് ഇങ്ങനെ നാറി കീഴടങ്ങേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കൊളംബിയ പെട്ടു. ഇതാണ് അവസ്ഥ. അപ്പോൾ അമേരിക്ക, ട്രംപ് അതിശക്തമായ നിലപാടെടുക്കുകയാണ്. ഒറ്റ നുഴഞ്ഞുകയറ്റക്കാരൻ നമ്മുടെ നാട്ടിൽ വേണ്ട. കൊളംബിയക്കാർക്ക് ഈ പറഞ്ഞ പ്രോ ഇസ്ലാമിസ്റ്റ്, പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള സർക്കാരാണ് കൊളംബിയ ഇരിക്കുന്നത്. പക്ഷേ ടാക്സ് അങ്ങെടുത്ത് കൂട്ടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷം ചോർന്നുപോയി. അപ്പോൾ ഇതാണ്. അപ്പം ഈ നിയമവിരുദ്ധ കയ്യേറ്റക്കാർ ഇന്ത്യക്കാരാണെങ്കിലും അവർ നിയമവിരുദ്ധമാണ്, നിയമം ലംഘിച്ചവരാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ BJPക്കാരെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിയമം, എല്ലാത്തിനും മുകളിലാണ് നിയമം, അല്ലേ? അപ്പോൾ ഏത് രാജ്യത്തായാലും നിയമത്തിന് തന്നെ പൊതുമാപ്പ് സ്വീകാര്യമാണെങ്കിൽ അമേരിക്ക ട്രംപിനും ചെയ്യാം, ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബംഗ്ലാദേശികളെ ഓടിച്ചിട്ട് പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഇവിടെ നിന്ന് നിയമപരമല്ലാതെ അവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കയറ്റി അയക്കരുതെന്ന് പറയാൻ ഇന്ത്യക്ക് കഴിയില്ല. അപ്പോൾ ഈ കൊളംബിയ ഇവിടെ ചോദിച്ചു മേടിച്ചു എന്ന് പറയും. കൊളംബിയ ചോദിച്ചു മേടിച്ചു, ഇന്ത്യക്ക് ചോദിച്ചു മേടിക്കാൻ തയ്യാറില്ല. ഇന്ത്യ നിയമവിരുദ്ധമാണെങ്കിൽ അവരെ വിട്ടേക്ക്, പക്ഷേ കടലാസ് കാണിച്ച് ബോധ്യപ്പെടുത്തണം അവരുടെ വിസയില്ല, വാലിഡ് പാസ്പോർട്ടില്ല, ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരാന്ന് പറഞ്ഞാൽ ഹാപ്പിലി നമ്മൾ അവരെ തിരിച്ചു സ്വീകരിക്കുമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. അതിന് സംഖ്യകൾക്ക് ക്ഷീണമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.